നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ ആലപ്പുഴയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയ വാർത്തയുടെ നടുക്കത്തിലാണ് കേരളം. ഏറെ വിശ്വസിച്ചവരാണ് 73കാരി സുഭദ്രയുടെ ജീവനെടുത്തത്. അതും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി മാത്രം. അരും കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ ദമ്പതിമാരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വിഷയമാണ് സ്പോർട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അന്വേഷണം വേളാങ്കണ്ണിയിലേക്കും വ്യാപിപ്പിച്ച് പോലീസ്. പ്രതികളെന്ന് സംശയിക്കുന്ന ശർമിളയ്ക്കും നിതിൻ മാത്യുവിനും വേണ്ടി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലും പരിശോധന നടത്തുന്നുണ്ട്. കൊലപാതകം ആസൂത്രിതമാണെന്നും വീടിന് പുറത്തുവശത്ത് നേരെ തന്നെ കുഴിയെടുത്തു വെച്ചിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ശർമിളയ്ക്കും മാത്യുവിനും വധശിക്ഷ നൽകണമെന്ന് മാത്യുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ചവറിടാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴിയെടുത്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഴിയെടുത്തെന്നാണ് ഞങ്ങൾ അറിവ്. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുടെ അറിവാണ് പറയുന്നത്. അങ്ങനെ പിന്നെ കുഴിയെടുപ്പിച്ച് ശേഷം അവര് പോവുകയും ചെയ്തു. അവര് നിരപരാധികളാണ്. അവന് ഒറ്റക്കാണ്, അവന് അറിയത്തില്ല. അവന്റെ കൂട്ടുകാരാണ് കുഴിയെടുത്തെന്നുള്ള ഞങ്ങൾ അറിഞ്ഞതാണ്. ഞങ്ങളുടെ എന്റെ മകനും മരുമകളും അവരെ പിടിച്ച് അവരെ തൂക്കിക്കൊല്ലണം. ജീവനോടെ വിടരുത്. ജീവനോടെ വിട്ടാൽ ഞങ്ങളെ കൊല്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. എനിക്കിപ്പോ ജീവിക്കണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ചത്താ മതി. നാട്ടുകാരിപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുക. കൊലപാതകയുടെ മാതാപിതാക്കന്മാരൊന്നും ഇപ്പൊ മുദ്ര കുത്തിരിക്കുക. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പൊ ആരും ഞങ്ങൾക്ക് തുണയില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ട് പ്രായം ചെന്നവരിങ്ങനെ ഇരിക്കുക. എനിക്ക് 63 വയസ്സ്, 67 വയസ്സ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമെന്ന് വല്ലരും ഉണ്ടാ. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനമൊപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, കേരളത്തെ ഏറെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ്. ഇപ്പോഴും ചുരുള അഴിഞ്ഞിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വാർത്തയുടെ? ഭവ്യ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. മോർച്ചറിക്ക് മുന്നിലായാണ് ഇപ്പോൾ ഉള്ളത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കടവന്ത്രയിൽ നിന്നും മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി. അവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിശ്വാസ്യത നേടിയെടുത്ത ഒരാളെ കബളിപ്പിച്ച് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതിന് ശേഷം അവരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ അപായപ്പെടുത്തുക എന്നുള്ള ഒരു കേസാണ്. അതായത് ഈ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് കേസിലെ മുഖ്യ പ്രതിയായി പോലീസ് സംശയിക്കുന്ന മാത്യുവിന്റെ കുടുംബാംഗങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് വളരെ നിഗൂഢമായ പല കാര്യങ്ങളും ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മാത്യു 2ാം വിവാഹമാണ് കഴിക്കുന്നത്. ഇത്തരത്തിൽ സുഭദ്ര, ഈ കൊല്ലപ്പെട്ട സുഭദ്ര എന്ന സ്ത്രീയാണ് മാത്യുവുമായി ഈ ഷർമിളയുടെ വിവാഹം ഉറപ്പിക്കുന്നതിൽ മുൻകൈ എടുത്തത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഷർമിളയെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷർമിളയും കൊല്ലപ്പെട്ട സുഭദ്രയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. വിവാഹ സമയത്ത് സ്വന്തം, അതായത് ആന്റിയാണ് എന്ന് പറഞ്ഞാണ് ഈ ഷർമിള സുഭദ്രയെ പരിചയപ്പെടുത്തിയത്. കല്യാണാലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സുഭദ്ര ആലപ്പുഴയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അതായത് 2020 മാത്യുവും ഷർമിളയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും അന്ന് വിവാഹത്തിന് മുൻകൈയെടുത്ത എല്ലാ കാര്യങ്ങൾക്കും നിന്നത് ഈ സുഭദ്രയാണ് എന്നുള്ള കാര്യമാണ് കുടുംബം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്ര വിശ്വസിക്കുന്ന, അത്ര സ്നേഹത്തോടെ കൂടെ നിന്ന ഒരാളെ കൊലപ്പെടുത്തിയ ഇവർക്ക് പരമാവധി ശിക്ഷ നിയമം നൽകണമെന്നുള്ള ആവശ്യമാണ് ആ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകം നടന്നിരിക്കുന്നത് മോഷണ ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. ഈ സുഭദ്രയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മൃതദേഹം കണ്ടെടുക്കുന്ന ഘട്ടത്തിൽ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം CCTV ദൃശ്യങ്ങളിലടക്കം സുഭദ്ര കടന്നു പോകുന്ന ദൃശ്യങ്ങൾ സുഭദ്രയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം ആലപ്പുഴയിലെ ജുവലറിയിൽ വിറ്റതായും ഒപ്പം തന്നെ ഉടുപ്പിയിൽ വിറ്റതായും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേ മുഖാന്തരം ആലപ്പുഴയിലെ ജുവലറിയിൽ നിന്നും പണം ഇവർക്ക് കൈമാറിയിട്ടുള്ള രേഖകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ സുഭദ്രയുടെയും ഈ ഷർമിളയുടെയും ഒപ്പം തന്നെ മാത്യുവിന്റെയും ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണ മദ്യപാനികളായിരുന്നു രണ്ടുപേരും എന്നുള്ളതാണ്
ആ കുടുംബം രക്ഷകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായത്. മദ്യപിച്ചു കഴിഞ്ഞാൽ ഷർമിളയാണെങ്കിലും മാത്യു ആണെങ്കിലും ആക്രമണ വാസന ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ഇരുവരും ചേർന്ന് മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ രക്ഷകർത്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷർമിള ഒരിക്കൽ മദ്യപിച്ചതിന് ശേഷം മാത്യുവിനെ ഒരു ആയുധം ഉപയോഗിച്ച് കൈയിൽ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്യു ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം പോലീസിൽ വെട്ടി പരിക്കേൽപ്പിച്ച കാര്യം അവർ അറിയിക്കുകയും മണ്ണഞ്ചേരി പോലീസ് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവർ ആശുപത്രിയിൽ മൊഴി മാറ്റി ആ കേസിൽ നിന്ന് ഒഴിവായി പോവുകയായിരുന്നു. അതിനുശേഷം, അതായത് ആദ്യഘട്ടത്തിൽ ഈ മദ്യപാനം അടക്കമുള്ള വിഷയങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഇവരെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ഇവർ താമസിക്കാൻ വരുന്നത് ഈ ഘട്ടത്തിലാണ്. അന്ന് തന്നെ, അതായത് വിവാഹാലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഷർമിളയും ഒപ്പം തന്നെ മരിച്ച സ്ത്രീയുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ പണം സുഭദ്ര തിരിച്ചു ചോദിച്ചിരുന്നു എന്നുള്ളതും മാത്യുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാഴ്ച ഇവരെ കുറിച്ച് യാതൊരു വിവരവും നമ്മളോട് മാതാപിതാക്കൾ സംസാരിക്കുന്നത് അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നേരത്തെ തന്നെ വീടിന്റെ പുറകുവശത്ത് കുഴിയെടുത്ത് വെച്ചിരുന്നുവെന്ന്. അത് സൂചിപ്പിക്കുന്നത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ എന്നത് തന്നെയല്ലേ? കാരണം കൃത്യമായ ആസൂത്രണം നടന്നു. പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഷർമിള മരണപ്പെട്ട സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയതും ആസൂത്രിതമായുള്ളൊരു കൊലപാതകമാണ് സംഭവിച്ചത് എന്ന് തന്നെയല്ലേ നേരത്തെ തന്നെ കുഴിയെടുത്തു വെച്ചു എന്നതിലേക്ക് മനസ്സിലാവുന്നത്? അന്വേഷണ സംഘം ആ കാര്യം അന്വേഷിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇതിനകത്ത് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ആരോഗ്യസ്ഥിതി മോശമായി സുഭദ്ര മരണപ്പെടുക, അതിനുശേഷം അവരുടെ ആഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഒന്നെങ്കിൽ മറ്റ് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ആഭരണങ്ങൾ കവരുക. രണ്ടാണെങ്കിലും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ കൊലപാതക കുറ്റം നിലനിൽക്കുമെന്നുള്ള നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. കാരണം ആരോഗ്യസ്ഥിതി മോശമായ ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ചികിത്സയടക്കം നിഷേധിച്ച് അത്തരത്തിലൊരു മരണാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും സമാനമായ രീതിയിലുള്ള കുറ്റം തന്നെയാണ് എന്നുള്ള നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊലപാതക കുറ്റം ചുമത്തുമെന്നുള്ള കാര്യത്തിനകത്ത് പോലീസ് യാതൊരുവിധ സംശയവും പ്രകടിപ്പിക്കുന്നില്ല. ഈ പ്ലാൻഡ് ആണ് ഈ ഇത്തരം ഒരു സംഭവം എന്നുള്ളതിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് പ്രധാനമായും ഈ കുഴിയെടുത്ത ആളുകൾ നൽകിയ മൊഴി തന്നെയാണ്. അതായത് 7-ാം തീയതി ഷർമിളയും മാത്യുവും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിൻഭാഗത്തായി ഇന്നലെ മൃതദേഹം കണ്ടെടുത്ത ആ ഭാഗത്ത് കുഴിയെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഘട്ടത്തിൽ ഷർമിള ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുഴിയെടുത്ത ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമാണ് ഷർമിള കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത്. അത് തന്നെ കരുതിക്കൂട്ടി സുഭദ്രയുടെ ശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം ഒരു കുഴി തയ്യാറാക്കിയതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് എന്ന് അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കിയതിനു ശേഷമാണ് ഈ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. അത്തരം നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇവർ അന്യ സംസ്ഥാനത്തേക്ക് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കടന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വളരെ അടുത്ത പ്രതികളിലേക്ക് വളരെ അടുത്ത് വരെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. വേളാങ്കണ്ണിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതികൾക്കായി പോലീസ് വല വിരിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും പോലീസ് എന്താണ് പറയുന്നത്? ഈ പ്രതികൾ നേരത്തെ തന്നെ ശരണ്യ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, പ്രതികൾ തികഞ്ഞ മദ്യപാനികളാണെന്ന്. അപ്പോൾ ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? മറ്റേതെങ്കിലും കേസുകളിൽ പ്രതികളാണോ ഈ രണ്ടുപേരും? ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും നിലവിലത്തെ കേസുമായി ബന്ധപ്പെട്ടില്ല. ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട മാത്യുവിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഔദ്യോഗികമായി പോലീസിൽ മറ്റ് രേഖകളിലൊന്നും തന്നെ ഇവർക്കെതിരെ മറ്റ് കേസ് ഹിസ്റ്ററികളൊന്നും ഉള്ള ആളുകളല്ല. പക്ഷേ അതേസമയം തന്നെ പരിസരവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നത് ഷർമിളയുടെ മദ്യപാനത്തെക്കുറിച്ച് പരിസരത്തുള്ള ആളുകൾ പോലും, നാട്ടുകാർ പോലും നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നിന്ന് മദ്യപിച്ച ശേഷം പുറത്തിറങ്ങി നിന്ന് ഈ മാത്യുവിന്റെ അമ്മയായ ഗ്രേസിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ നമ്മളോട് പറഞ്ഞത് ഈ ഷർമിള മദ്യപിച്ചതിന് ശേഷം പിന്നീട് മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമാണ്, അത്രമാത്രം ക്രൂരമാണ് അവരുടെ ഓരോ പ്രവൃത്തിയും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
തീർച്ചയായും ശരണ്യ തുടരുക. ഇപ്പോൾ ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, കടവന്ത്രയെ ഏറെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്കായി കടവന്ത്ര പോലീസ് അടക്കം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ഈ പ്രതികളെക്കുറിച്ച് ലഭ്യമാകുന്നുണ്ടോ? പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം ഇവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടുപ്പിയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. പക്ഷേ അതിന് അപ്പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും തീർത്ഥാടന കേന്ദ്രങ്ങൾ, അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കൂടിയും ഇവരെ അതിനും അപ്പുറത്തേക്ക് കടന്നു കളയാനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരൊരു പശ്ചാത്തലം അടക്കമുള്ള ഒരു കാര്യങ്ങൾ കണക്കിലെടുക്കും അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങൾക്കപ്പുറം മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ആഭരണം വിറ്റുകിട്ടിയ പണം, ഇത്തരം കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അവർക്ക് കയ്യിലേക്ക് കരുതാവുന്ന ഒരു പണവും കാര്യങ്ങളും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ഉടുപ്പിയിൽ മറ്റാരെങ്കിലും ഇവരെ സഹായിക്കാനുണ്ടോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അവരെ ആരെയും സഹായമില്ലാതെ വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനും സാധിക്കില്ല എന്ന് കരുതുന്നു. ആരുടെയെങ്കിലും ഒരു സഹായം പ്രാദേശികമായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഷർമിള അവിടെ അവരുടെ സ്വദേശം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എങ്കിൽ കൂടിയും ഇവർ ഏതെങ്കിലും രീതിയിലൊരു സഹായം ചോദിക്കുമ്പോൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടാവും. ഒരുപക്ഷെ യാത്രയ്ക്കോ മറ്റോ എവിടേക്കെങ്കിലും മാറുവാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൈകാതെ ഇവരിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. വിപുലമായ ഒരു അന്വേഷണം എല്ലാ രീതിയിലും തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുക, അതും വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയോടുകൂടി ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷം അവരുടെ ആഭരണങ്ങളടക്കം കവർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരൊരു മാനസിക നില തന്നെയാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും അവിടെയാണ് ഒരു സംശയം വരുന്നത്. കാരണം ഇത്ര നാളും നേരത്തെ ശരണ്യ സൂചിപ്പിക്കുകയുണ്ടായി, ഈ രണ്ട് പ്രതികളുടെയും വിവാഹത്തിന് പോലും ഒപ്പം നിന്ന ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട വയോധിക എന്ന്. അങ്ങനെയാണെങ്കിൽ അത്രമാത്രം അവർക്ക് വിശ്വാസമുള്ള, ബന്ധമുള്ള, വളരെ അടുപ്പമുള്ള ഒരാളെയാണ് ഇപ്പോൾ ഇത്ര അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നതിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വൈരാഗ്യം അവരുടെ ബന്ധത്തിനിടയിൽ ഉണ്ടായതായി ആരെങ്കിലും പറഞ്ഞതായോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞതായോ എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? അല്ലെങ്കിൽ ഇത് മാത്രമായിരുന്നു ഉദ്ദേശം? ഡാനി, നിലവിൽ ഇപ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സൂചനകളൊന്നും തന്നെ പോലീസ് നൽകുന്നില്ല. ആഭരണങ്ങൾ കവരുക, അല്ലെങ്കിൽ അതായത് ആ പണം കൈക്കലാക്കുക, അവരുടെ സ്വത്ത് കൈക്കലാക്കുക എന്നതൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ ശരണ്യ പറഞ്ഞ പോലെ സ്ഥിരം മദ്യപാനികളായ ഒരു രണ്ടു പേരായിരുന്നു ഈ ശർമിളയും മാത്യൂസും എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലൊരു വഴക്ക് രൂപപ്പെട്ടിട്ടുണ്ടോ? അവരെ വളരെ അസുഖബാധിതയായ ഒരു സ്ത്രീ അവരെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാരണത്തിലേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യൂസിന്റെ അയാളുടെ ഒരു കഴിഞ്ഞ കാലം അതെങ്ങനെയായിരുന്നു, ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റവാളി സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു, പ്രകടിപ്പിച്ചിരുന്നോ, ഏതെങ്കിലും രീതിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം വീട്ടുവഴക്കുണ്ടായിരുന്നു, അത് സംബന്ധിച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇവർക്ക് ഇടയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ആരെങ്കിലും ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നോ എന്നത് അതിനുള്ളൊരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൂടി പോലീസ് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വൈകാതെ പ്രതികളിലേക്ക് ചെന്നെത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കടവന്ത്രയിലടക്കം ഇവരെക്കുറിച്ച് മറ്റു സുഭദ്രയെക്കുറിച്ച് മറ്റു രീതികളിലൊന്നും തന്നെയും ആർക്കും പരാതിയില്ല. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു ആളായിട്ടാണ് സുഭദ്രയെ തന്നെ എല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു അസ്വാരസ്യങ്ങളിലേക്കോ വഴക്കുകളിലേക്കോ ചെന്നെത്താവുന്നതല്ല എന്നും ആളുകൾ തന്നെ, പരിസരവാസികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് കാരണങ്ങളൊന്നും പ്രാദേശികമായി, പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് കടവന്ത്രയിൽ നിന്ന് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ശർമിളയും മാത്യൂസും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഇവർക്ക് ഒരു ചതിക്കുഴിയിലേക്ക് നീക്കുകയായിരുന്നു എന്നത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ അനുമാനം.
ശരി, നന്ദി ഡാനി. ഞാൻ വീണ്ടും ശരണ്യയിലേക്ക് പോവുകയാണ്. ശരണ്യ, സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഏറ്റവും പ്രധാനമായി ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്ന് നമുക്ക് സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ വീടിന് പുറകിൽ കുഴിയെടുത്തു വെച്ചു എന്ന് പറയുന്നതൊക്കെ കൊലപാതകം വലിയ പ്ലാൻഡ് ആയിരുന്നു എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ 2 പ്രതികൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ? മൂന്നാമതൊരാളുടെ സഹായം ഇതിന് പിന്നിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ തരത്തിൽ എന്തെങ്കിലും ഒരു സൂചന അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ശരണ്യ? നിലവിൽ അത്തരത്തിൽ മറ്റു വിവരങ്ങളൊന്നും പോലീസ് പങ്കുവയ്ക്കുന്നില്ല. കസ്റ്റഡിയിൽ മറ്റാരും ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ രണ്ടുപേരും തന്നെ ആക്രമണവാസന ഉള്ള ആളുകളും മാനസികമായ ആ രീതിയിലുള്ള ഒരു സ്വഭാവം, ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുമാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്നുള്ളതാണ്. ഈ കുഴിയെടുത്ത ആളുകൾക്ക് പോലും അതിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുഴിയെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഈ പ്രതികളിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ്. എന്തായാലും വേളാങ്കണ്ണി അടക്കമുള്ള ഇടങ്ങളിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഭവ്യ, ശരണ്യ, ഒരു കാര്യം കൂടി, പ്രതികളിൽ ഒരാൾ കർണാടക സ്വദേശിനിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അങ്ങോട്ട് ഇപ്പോൾ അന്വേഷണം വേളാങ്കണ്ണി കേന്ദ്രീകരിച്ചെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കടക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ ഇവിടുത്തെ വാർത്തകളും വിവരങ്ങളും ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇവരുടെ സ്ഥലം മംഗലാപുരമാണ്. മംഗലാപുരം ഉടുപ്പി സ്വദേശിനിയാണ് ഈ ഷർമിള. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് ഇവരുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച്, കാരണം ഇവർ ഇവിടെ ആലപ്പുഴയിൽ വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് താൻ അനാഥത്വമാണ്, തനിക്ക് മറ്റു ബന്ധുക്കൾ ആരുമില്ല, അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ പിന്നീട് ഉടുപ്പിയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരന്തരം ആരാധനാലയങ്ങളിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഷർമിളയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിഗൂഢമാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് ഇവിടെ ഇപ്പോൾ ഉടുപ്പിയിലും ഒപ്പം തന്നെ വേളാങ്കണ്ണിയിലും പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മറ്റിടങ്ങളിലേക്ക് ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും കടവന്ത്രയിൽ നിന്നും മണ്ണഞ്ചേരിയിൽ നിന്നുമുള്ള ആലപ്പുഴയിൽ നിന്നുമുള്ള 2 ടീമാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുരുളഴിയേണ്ടതുണ്ട്. ഇത്രമാത്രം ചേർത്ത് പിടിച്ച, ഇത്രമാത്രം വിശ്വസിച്ച ഒരാളെ, ഒരു വയോധികി എന്തിനു വേണ്ടിയാണ് ഈ പ്രതികൾ ഇത്രമാത്രം വലിയ ക്രൂര കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യം അറിയണം. ഇവർക്ക് മറ്റാരെങ്കിലും സഹായമുണ്ടായിരുന്നു? എത്രയും വേഗം പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടതായാലും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ഒപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്താം. സ്പോട്ട് ലൈവിൽ ഒരു ഇടവേള.